സമൂഹത്തിൽ ഉടയവരും ഉറ്റവരുമില്ലാത്തവരായി അവശത അനുഭവിക്കുന്ന വയോധികർക്ക് ശിഷ്ടജീവിതത്തിൽ ആശ്വാസമേകുവാൻ അർപ്പിത ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ പനിയഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ച ആശ്രയകേന്ദ്രം ഭാസ്കരൻ എന്ന 82 വയസ്സുള്ള വയോധികന് ആശ്രയമായി. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചാലിയക്കര ചെറുകടവിൽ സിന്ധു ഭവനിൽ ഭാസ്കരൻ 6 മക്കളുടെ പിതാവാണ്. കൂലിപ്പണിക്കാരായ 5 മക്കളും നിലവിൽ കുടുംബമായി വെവ്വേറെ താമസിച്ചു വരികയാണ്. സംരക്ഷണ ചുമതല നിർവഹിച്ചിരുന്ന മകൻ 3 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. മകന്റെ മരണത്തിനിടയാക്കിയ പനി ഇവർക്ക് സമ്മാനിച്ചത് ഒറ്റപ്പെടലും കഷ്ടപ്പാടുകളും മാത്രമാണ്. ഭക്ഷണത്തിനും മരുന്നിനും മറ്റു മാർഗങ്ങളോ സഹായിക്കാൻ ഉറ്റവരോ ഉടയവരോ ഇല്ലാത്ത അവസ്ഥയിൽ വാർദ്ധക്യം ബാധിച്ച ഭാസ്കരന്റെ ഭാര്യ പത്തനാപുരം ഗാന്ധി ഭവനിൽ ആദ്യം അഭയം പ്രാപിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ചെല്ലപ്പൻ വയോധികന്റെ നിസ്സഹായാവസ്ഥ അറിയിച്ചതിനെ തുടർന്ന് ഏഷ്യൻ ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടറും അർപ്പിത രക്ഷാധികാരിയുമായ ജയലാലിന്റെ നിർദ്ദേശപ്രകാരം അർപ്പിത പ്രസിഡന്റ് വി വർഗീസ്, ജനറൽ സെക്രട്ടറി അഞ്ചൽ ടി സജീവൻ തുടങ്ങിയ അർപ്പിത പ്രവർത്തകർ ചാലിയക്കരയിലെത്തി തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം ചെല്ലപ്പന്റെ സാന്നിധ്യത്തിൽ ഇദ്ദേഹത്തെ ഏറ്റെടുത്ത് ആശ്രയകേന്ദ്രത്തിൽ എത്തിച്ചു. ആശ്രയകേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷൈമ ഭാസ്കരനെ ഏറ്റുവാങ്ങി. ഡോക്ടർ ദേവദാസ് പ്രാഥമിക ആരോഗ്യ പരിശോധന നടത്തി. ട്രഷറർ KT ഹരി, അഡ്വക്കേറ്റ് DS ശ്രീനാഥ്, KM സുധീർ, വസന്തൻ, ബിജുലാൽ പ്ലാവിളയിൽ, അർപ്പിത യുവജന കേന്ദ്രം രക്ഷാധികാരി റെജി എന്നിവർ സന്നിഹിതരായിരുന്നു. ഗാന്ധി ഭവനിൽ അഗതിയായി കഴിയുന്ന ഭാര്യയും തന്നോടൊപ്പം അവസാന കാലത്ത് ജീവിക്കാൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ വന്ധ്യവയോധികൻ. ഭാസ്കരന്റെ ഈ ആഗ്രഹത്തിന് നിറം നൽകാൻ കൂടി ശ്രമിക്കുമെന്ന് അർപ്പിത ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അഞ്ചൽ ടി സജീവൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.